ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബിവോക്ക് MLT 4th സെമ്മിലെ ബയോകെമിസ്ട്രി മെറ്റാബോളിസം എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 4ലെ പോർഷൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് പറയുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റസിനെ കുറിച്ചിട്ടാണ്. ലിവർ ഫങ്ഷൻ ടെസ്റ്റസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മുടെ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസുകൾ ഉണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബ്ലഡിൽ നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ട്സിൻ്റെ അളവിലുള്ള വ്യത്യാസങ്ങളില്ലെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവർ റിലീസ് ചെയ്യുന്ന എൻസൈമുകൾ അത് നമ്മുടെ ബ്ലഡിൽ നോർമൽ ലെവലിലാണോ കാണപ്പെടുന്നത്, അബ്നോർമൽ ലെവലിലാണോ കാണപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് വിശകലനം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വാരിയസ് ആയിട്ടുള്ള എൻസൈമുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ്, ബൈ പ്രൊഡക്ട്സ്, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ 5 പ്രൈമറി ലിവർ ഫങ്ഷൻ ടെസ്റ്റസ്. ഏതൊക്കെയാണ്? പ്രൈമറി ആയിട്ടുള്ള 5 ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ. അപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ലിവർ എൻസൈം ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ലിവർ എൻസൈമിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആൽക്കലൈൻ ഫോസ്ഫറ്റീസ് ALP എന്ന് നമ്മൾ പറയും, അതിന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അലാനിൻ ട്രാൻസമിനേസ് എന്ന് പറയുന്നത് ALT എന്നാണ് നമ്മളത് പറയുക. അതുപോലെ എസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് AST എന്ന് പറയും. ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്ഫറേസസ് GGT എന്ന് പറയും. ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ലിവർ എൻസൈം ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അളവുകളിൽ കൂടുന്നത് എപ്പോഴായിരിക്കും? നമ്മുടെ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് പറ്റുമ്പോഴാണ് ഇതിൻ്റെ അളവിൽ കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ വരുന്നത്. അടുത്തത് പറയുന്നത് പ്രോട്ടീൻ ടെസ്റ്റാണ്. ടോട്ടൽ പ്രോട്ടീൻ ടെസ്റ്റ്. ഏതൊക്കെ പ്രോട്ടീനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ലോ പ്രോട്ടീൻ ലെവൽസ് മേ ഇൻഡിക്കേറ്റ് ദാറ്റ് യുവർ ലിവർ ഈസ് ഇൻ ഫങ്ഷനിങ് ഒപ്റ്റിമലി. അതായത് നമുക്ക് ലോ ആയിട്ടുള്ള പ്രോട്ടീൻ ലെവലൊക്കെ ആണെങ്കിൽ നമ്മുടെ ലിവർ എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷനിങ് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബിലിറുബിൻ ടെസ്റ്റാണ്. ബിലിറുബിൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. അത് നമുക്ക് എന്താണ്, ദാറ്റ് യുവർ ലിവർ ഡെപ്പോസിറ്റ് ഇൻ ബൈൽ. അതായത് ആ വേസ്റ്റ് പ്രൊഡക്റ്റ് എങ്ങനെയായിട്ടാണ് നമ്മുടെ ലിവറിൽ ഡെപ്പോസിറ്റ് ആവുന്നത്? ബൈൽ എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഡെപ്പോസിറ്റഡ് ആവുന്നത്. നെക്സ്റ്റ് പറയുന്നത് LDH ടെസ്റ്റാണ്. ലാക്റ്റേറ്റ് ഡീഹൈഡ്രജനേസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതൊരു എൻസൈമാണ്. ഈ ഒരു എൻസൈം എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ലിവറിലെ ടിഷ്യൂസിന് ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ LDH നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് പ്രോത്രോംബിൻ ടൈം ടെസ്റ്റാണ്. പ്രോത്രോംബിൻ ടൈം ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എത്ര സമയം എടുത്തിട്ടാണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ് ആവുന്നത്, ആ ഒരു പ്രോസസ്സ് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട്. എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ് പ്രോട്ടീൻസ് ദാറ്റ് യുവർ ലിവർ പ്രൊഡക്ട്സ്. അതായത് നമ്മുടെ ലിവർ പ്രൊഡക്ട്സിലുള്ള പ്രോട്ടീൻസിൻ്റെ സാന്നിധ്യമൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രോത്രോംബിൻ ടൈം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ക്ലോട്ടിങ്, നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിൻ്റെ സമയമൊക്കെ വ്യതിയാനമുള്ളവർക്ക് നമ്മൾ ഈ ഒരു പ്രോത്രോംബിൻ ടൈം ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. എത്ര സമയം എടുത്തിട്ടാണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്. നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടീനുകളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സാന്നിധ്യമൊക്കെ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ PT ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റസ് യൂസ് ചെയ്യുന്നതാണ്. ലിവർ ഫങ്ഷൻ ടെസ്റ്റസ് നമുക്ക് ഏതൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യാനായിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ വരുമ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നതാണ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C പോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ, ഹെപ്പറ്റൈറ്റിസും Bയും Cയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈറസ് മുഖേന നമുക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ടു മോണിറ്റർ ദ സൈഡ് എഫക്റ്റ് ഓഫ് സർട്ടൻ മെഡിക്കേഷൻ ബിക്കോസ് സം മെഡിക്കേഷൻ ആർ നോൺ ടു എഫക്റ്റ് ദ ലിവർ ഇൻക്ലൂഡിങ്. ഏതൊക്കെ തരത്തിലുള്ള മെഡിസിൻസ് ആണ് നമ്മുടെ ലിവറിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NSAID ട്രസ്റ്റഡ് സോഴ്സ്
സ്റ്റാറ്റിൻസ്, ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റി സീഷ്വർ മെഡിക്കേഷൻസ്, ട്യൂബർകുലോസിസ് ഡ്രഗ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇഫ് യു ഓൾറെഡി ഹാവ് ലിവർ ഡിസീസ്, ടു മോണിറ്റർ ദ ഡിസീസ് ആൻഡ് ഹൗ വെൽ എ പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് ഈസ് വർക്കിംഗ്. അതായത് നമുക്ക് ലിവർ ഡിസീസസ് ഉണ്ട്, പക്ഷേ അതിന് നമുക്ക് ഈ ഒരു ഡിസീസിനെ നമുക്ക് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ്, നമ്മൾ ലിവർ ഡിസീസിന് വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പേഷ്യൻറ്റിന് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ലിവർ ഡിസോർഡർ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഫാറ്റി ലിവർ ഡിസീസുകളോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസുകൾ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മെഡിക്കേഷൻസ് നമുക്ക് ലിവറിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ, പിന്നെ ഹൈ ട്രൈഗ്ലിസറൈഡ്സ് ശരീരത്തിലുണ്ടോ, ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരാണോ, അനിമിയ കണ്ടീഷൻസ് ഉള്ളവരാണോ, അതുപോലെ തന്നെ ധാരാളമായിട്ട് വെള്ളമടിക്കുന്നവരാണോ, പിന്നെ ഗോൾ ബ്ലാഡർ ഡിസീസസ് ഉള്ളവരാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊരു ലിവർ ഡിസീസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേ ചോദിച്ചറിയുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മേജർ മെറ്റാബോളിക് ഫങ്ഷൻസ് ഓഫ് ദ ലിവർ ആണ്. ഒന്നാമത് പറയുന്നത് സിന്തറ്റിക് ഫങ്ഷൻ ആണ്. എന്താണ് സിന്തറ്റിക് ഫങ്ഷനിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. നമുക്കറിയാലോ നമ്മുടെ ലിവറാണ് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ പ്യൂരിഫൈ ചെയ്യുന്നത്, അതായത് ഡീടോക്സിഫിക്കേഷൻ പ്രവർത്തനം നടക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ക്രീഷൻ നടത്തുന്നതും എവിടെ വെച്ചിട്ടാണ്, നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ്. സ്റ്റോറേജ് ഫങ്ഷൻ ഉണ്ട്. സ്റ്റോറേജ് ഫങ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഷുഗർ, അതായത് നമുക്ക് ഗ്ലൂക്കോസിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ലിവറിനുള്ളിൽ വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ സ്റ്റോറേജ് ഫങ്ഷൻ ഉണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ബൈൽ സോൾട്ടിനെ പ്രൊഡക്ഷൻ ചെയ്യുന്ന കർമ്മം ആർക്കാണുള്ളത്, നമ്മുടെ ലിവറിന് തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ് പറയുന്നത് സം എക്സാമ്പിൾസ് ഓഫ് ലിവർ ഡിസ്ഫങ്ഷൻ. എന്തൊക്കെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ ലിവർ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാതിരുന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഒന്നാമത് പറയുന്നത് ഹെപ്പാറ്റോസെല്ലാർ ഡിസീസുകൾ. 2 കോളിസ്റ്റാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഓഫ് ബൈൽ ഫ്ലോ, നമ്മുടെ ബൈൽ കൃത്യമായിട്ട് ഒഴുകാതിരിക്കുന്ന കണ്ടീഷൻ. സിറോസിസ് എന്ന് പറഞ്ഞെങ്കിൽ അത്തരം കണ്ടീഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവർ ഏതാണ്ട് പൂർണ്ണമായിട്ട് നശിച്ചു കഴിഞ്ഞു എന്നുള്ള കണ്ടീഷനാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ്, അത് വൈറസ് ബാധ ഉണ്ടാവുന്നതാണ്. ജോണ്ടിസ് എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം. ലിവർ ക്യാൻസർ. പിന്നെ സ്റ്റീറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ ഉണ്ടാവുന്ന കണ്ടീഷൻ. ജനറ്റിക് ഡിസോർഡേഴ്സ്. ഹീമോക്രോമാറ്റോസിസ്, അതായത് അയൺ സ്റ്റോറേജ് വരുന്ന കണ്ടീഷനാണ്. നെക്സ്റ്റ് വരുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളാണ്. എന്തൊക്കെ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളാണ് വരുന്നതെന്ന് നോക്കാം. ലിവർ ഫങ്ഷൻ ടെസ്റ്റിനെ നമ്മൾ പറയുക LFT എന്നാണ് പറയുന്നത്. നമ്മൾ ലാബിലൊക്കെ ചെല്ലുമ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക LFT ടെസ്റ്റ് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. എത്ര നീട്ടി വലിച്ചിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ഇൻവാസീവ് മെത്തേഡ്സ് ഓഫ് സ്ക്രീനിങ് ഓഫ് ലിവർ ഡിസ്ഫങ്ഷൻ ഹെൽപ്പ് ഇൻ ഐഡൻറ്റിഫൈയിങ് ജനറൽ ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ്. അതായത് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി നമുക്ക് പലതരത്തിലുള്ള സ്ക്രീനിങ് മെത്തേഡിലൂടെ നമ്മുടെ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ഫങ്ഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഐഡൻറ്റിഫൈയിങ് ജനറൽ ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ്. മൂന്നാമത് പറയുന്നത് ആസ് എ സിവിയറിറ്റി ആൻഡ് എലോ പ്രഡിക്ഷൻ ഓഫ് ഔട്ട്കംസും. നമുക്ക് എത്രത്തോളം സിവിയറായിട്ട് ഈ ഒരു അസുഖം വന്നിട്ടുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നും പറയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഈ ഡിസീസിനെ കണ്ടുപിടിക്കലും അതുപോലെ തന്നെ ഇതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും LFTs ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമ്മുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമതാണ് പറയുന്നത് ടെസ്റ്റ് ടു ഡിറ്റക്ട് ഹെപ്പാറ്റിക് ഇഞ്ചുറി. നമുക്ക് ഹെപ്പാറ്റിക് ഇഞ്ചുറീസിനെ എങ്ങനെ നമുക്ക് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് വഴി നമുക്ക് ഹെപ്പാറ്റിക് ഇഞ്ചുറീസിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതായത് മൈൽഡ് ടു സിവിയർ, അക്യൂട്ട് ഓർ ക്രോണിക്. അക്യൂട്ട് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ക്രോണിക് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത അസുഖങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതായത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏത് തരത്തിലുള്ള ലിവർ ഇഞ്ചുറിയാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിനെ നമുക്ക് ചെക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമത് വരുന്നത് ടെസ്റ്റ് ടു ആസസ് ഹെപ്പാറ്റിക് ഫങ്ഷൻ. നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇതിൽ ഗ്രൂപ്പ് 1 പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കേഴ്സ് ഓഫ് ലിവർ ഡിസ്ഫങ്ഷനാണ് വരുന്നത്. അതിൽ വരുന്നത് സിറം ബിലിറുബിൻ ടെസ്റ്റ്, ടോട്ടലും അതുപോലെ തന്നെ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ലെവൽ നമുക്ക് നോക്കാം.
പിന്നെ യൂറിനിൽ വെച്ച് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറിനിൽ ബൈൽ സോൾട്ടും അതുപോലെ തന്നെ യൂറോബിലിനോജനും അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ടോട്ടൽ പ്രോട്ടീൻ ചെക്ക് ചെയ്യാം, സിറം ആൽബുമിൻ ഓർ ഗ്ലോബുലിൻ റേഷ്യോസ് നോക്കാം, പ്രോത്രോംബിൻ ടൈം നോക്കാം. ഇനി ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ മാർക്കേഴ്സ് ഓഫ് ഹെപ്പാറ്റോസെല്ലർ ഇഞ്ചുറീസ്, അതായത് ഗ്രൂപ്പ് 2 വരുന്ന ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഹെപ്പാറ്റോസെല്ലർ ഇഞ്ചുറീസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ALT, അതുപോലെ തന്നെ AST ടെസ്റ്റ്. ഗ്രൂപ്പ് 3 എന്ന് പറഞ്ഞാൽ മാർക്കേഴ്സ് ഓഫ് കോളിസ്റ്റാസിസ്, അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ALP, അതായത് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ടെസ്റ്റ്. GGT എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്ഫറേസ് ടെസ്റ്റുകൾ നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യാം.